നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇന്ത്യക്ക് നേരെ തീരുവ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം കണക്ക് കൂട്ടിയത് ഇന്ത്യ പഴയ ദുർബലമായ സമ്പദ് വ്യവസ്ഥയാണ് എന്നാണ്. അദ്ദേഹം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ചത്ത സമ്പദ് വ്യവസ്ഥയാണ്, ഡെഡ് എക്കോണമിയാണ് എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഈ തരത്തിൽ ഒരു തീരുവ പ്രഖ്യാപനം നടത്തിയത്. 50% തീരുവ പ്രഖ്യാപിച്ചാൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ പ്രഖ്യാപിച്ചാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കിടുകിട വിറയ്ക്കുമെന്നും ഇന്ത്യയുടെ പഴയ ഈ പറയുന്ന പോലെ ദുർബല സമ്പദ് വ്യവസ്ഥയായിരുന്നുവെങ്കിൽ, അമേരിക്കൻ വിപണിയെ ആശ്രയിച്ച് ജീവിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് എങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലാകുമെന്നും ആ പ്രതിസന്ധിയെ നേരിടാനായി ഇന്ത്യയിലെ സർക്കാർ അമേരിക്ക തെളിക്കുന്ന വഴിയെ പോകുമെന്നും അമേരിക്കയ്ക്ക് ഇന്ത്യൻ സർക്കാരിൻ്റെ പല നയങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുമെന്നുമൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് വിലയിരുത്തിയത്, കണക്ക് കൂട്ടിയത്. പക്ഷേ ആ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇന്ത്യ അമേരിക്കയുടെ തീരുവ യുദ്ധത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് വന്നിരിക്കുകയാണ്. അത് രാജ്യത്തിൻ്റെ ഇക്കണോമിക് സർവേ റിപ്പോർട്ടാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിച്ചിരിക്കുന്നു. ഇക്കണോമിക് സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. 700 പേജുള്ള ഇക്കണോമിക് സർവേ റിപ്പോർട്ടിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അത് സുഭദ്രമാണ് എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2026, 2025, 26 സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ രാജ്യം 7.4% വളർച്ച രേഖപ്പെടുത്തും എന്നാണ് ഈ ഇക്കണോമിക് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ലോകത്തിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഇക്കണോമിക് സർവേ റിപ്പോർട്ടും പറയുന്നത്. ഇക്കണോമിക് സർവേ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അമേരിക്കൻ തീരുവ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തിയ സ്വാധീനം. ഒരു സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തുറന്നടിച്ചു പറയുകയാണ് ഇക്കണോമിക് സർവേ. അതായത് ഇന്ത്യയുടെ GDP വളർച്ചയെ ഒരു കാരണവശാലും തളർത്താൻ ട്രംപിന് സാധിച്ചിട്ടില്ല. ട്രംപ് ഇത്തരത്തിൽ തീരുവ പ്രഖ്യാപിച്ചപ്പോൾ, 50% തീരുവ പ്രഖ്യാപിച്ചപ്പോൾ വിവിധ ഏജൻസികൾ ഈ രാജ്യത്തെ ഉറ്റുനോക്കിയിരുന്നു. അതായത് പല രാജ്യങ്ങളും ഇന്ത്യ ഇനി എന്ത് ചെയ്യും, പല അന്താരാഷ്ട്ര ഏജൻസികൾ, IMF പോലെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ ഇന്ത്യ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കിക്കാണുകയായിരുന്നു. എന്നാൽ ഇന്ത്യ വെറുതെ ഇരുന്നില്ല. അമേരിക്കൻ വിപണി നഷ്ടപ്പെട്ടെങ്കിൽ ലോകത്ത് ഇന്ത്യക്ക് മുന്നിൽ ഒട്ടനവധി മറ്റവസരങ്ങളുണ്ട് എന്ന് ഇന്ത്യൻ സർക്കാർ കണ്ടെത്തുന്നു. മറ്റു പല രാജ്യങ്ങളുമായും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടുന്നു. മാത്രമല്ല, അമേരിക്കൻ വിപണി കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ മറ്റ് വിപണികളിലേക്ക് വാതിൽ തുറന്ന് ഇന്ത്യ കയറുകയായിരുന്നു. ഇന്ത്യയുടെ ആ കടന്നുകയറ്റം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആ മുന്നോട്ടുള്ള കുതിപ്പിനെ തടയാൻ അമേരിക്കയ്ക്കോ ഡൊണാൾഡ് ട്രംപിനോ സാധിച്ചില്ല. ഇന്ത്യൻ കയറ്റുമതി 2025 സാമ്പത്തിക വർഷത്തിൽ $825 ബില്യൺ ആയിരുന്നുവെങ്കിൽ 2026 സാമ്പത്തിക വർഷം 6 മാസം പിന്നിടുമ്പോൾ തന്നെ $418.5 ബില്യൺ എന്ന കയറ്റുമതി കടന്നിരിക്കുകയാണ്. കയറ്റുമതിയുടെ കണക്കുകൾ കടന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കയറ്റുമതിയിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ $1 പോലും കുറവുണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് നേടിയെടുത്തത് രാജ്യം വെറുതെ ഇരുന്നു കൊണ്ടല്ല. അമേരിക്ക തീരുവ യുദ്ധം പ്രഖ്യാപിച്ചെങ്കിൽ ഇന്ത്യ അതിന് മറുമരുന്ന് കണ്ടെത്തിയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പല ലോക വിപണികളും ഇന്ത്യ തുറന്നു കയറി. മാത്രമല്ല, രാജ്യത്തിനകത്ത് ചില സാമ്പത്തിക പരിഷ്കരണങ്ങൾ നടത്തി. ഇങ്ങനെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ കൊണ്ടും മറ്റ് ബദൽ മാർഗങ്ങൾ തേടിയുമൊക്കെയാണ് അമേരിക്കയുടെ തീരുവ യുദ്ധത്തെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതായത് സാമ്പത്തിക പരിഷ്കരണം നമ്മൾ കണ്ടു. GSTയിൽ വിപ്ലവകരമായ മാറ്റമാണ് മോദി സർക്കാർ കൊണ്ടുവന്നത്. ഇതുപോലെയുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങൾ കൊണ്ട് കയറ്റുമതിയെ സ്റ്റേബിളാക്കി നിർത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ $1 കുറവ് ഈ വർഷത്തെ കയറ്റുമതിയിൽ ഉണ്ടാകില്ല എന്ന് നിശ്ചയിച്ചുറപ്പിച്ചു തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. അതായത് തീരുവ പ്രഖ്യാപനം ഇന്ത്യക്ക് നേരെ ഉണ്ടായപ്പോൾ പല അന്താരാഷ്ട്ര ഏജൻസികളും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളരുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചില എസ്റ്റിമേറ്റുകൾ, ചില പ്രവചനങ്ങൾ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്നു. ആ പ്രവചനങ്ങളെല്ലാം വെട്ടിക്കുറച്ച് ഇന്ത്യയുടെ വളർച്ച അത്രമാത്രം ഉണ്ടാവില്ല എന്ന പുതിയ പ്രവചനം നടത്തുകയായിരുന്നു IMF ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ. എന്നാൽ യഥാർത്ഥ കണക്ക് പുറത്തു വന്നപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ എത്ര ശതമാനം വളരുമെന്നത് സംബന്ധിച്ച് വിദഗ്ധന്മാർ കുത്തിയിരുന്നുണ്ടാക്കിയ എല്ലാ പ്രവചനങ്ങളെയും തെറ്റിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരുന്നതാണ് ഓരോ പാദത്തിലും പുറത്തു വരുന്ന കണക്കുകൾ നമ്മൾ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോഴും 7.4% ഈ വർഷം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരുമെന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ അമേരിക്കൻ തീരുവ യുദ്ധത്തിന് അല്ലെങ്കിൽ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യക്ക് മേൽ യാതൊരു സ്വാധീനവും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുക കൂടിയാണ്.
ഒരു റെസിപ്രോക്കൽ താരിഫ് എന്ന നിലയിൽ, അതായത് ഇന്ത്യൻ കാർഷിക മേഖലയിലേക്ക് കടന്നു കയറാനുള്ള പാശ്ചാത്യ ശക്തികളുടെ, അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമം തടയാൻ വേണ്ടിയിട്ട് ഇന്ത്യ വർഷങ്ങളായി ഒരു താരിഫ് സിസ്റ്റം ഉണ്ടായിരുന്നു. ആ താരിഫ് മാറ്റണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നു. ഇന്ത്യ അതിന് കൂട്ടാക്കിയില്ല. കാരണം കോടിക്കണക്കിന് കർഷകരുടെ ജീവിതത്തെ അത് ബാധിക്കുന്നതാണ്. അതിൻ്റെ പേരിൽ 25% റെസിപ്രോക്കൽ താരിഫ് ആദ്യം ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തുന്നു. അതിനുശേഷം ഇന്ത്യ കുലുങ്ങില്ല എന്ന് കാണുമ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു എന്നതിൻ്റെ പേരിൽ മറ്റൊരു 25% കൂടി ചുമത്തുന്നു. മൊത്തത്തിൽ 50% നികുതിയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ, ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക തീരുവ ചുമത്തിയത്. പക്ഷേ ആ തീരുവ ഇന്ത്യയെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇക്കണോമിക് സർവേ റിപ്പോർട്ട്, പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഇക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നത്. 700 പേജ് ഉള്ള ഈ ഇക്കണോമിക് സർവേ റിപ്പോർട്ടിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾ നൽകുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.